വെൽക്കം ടു ഡേ 23 ഓഫ് മെറി മീൽസ് ആൻഡ് ഡെക്കോ സീരീസ്. കുറേ നാളത്തെ ആഗ്രഹമാണ് ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് കഴിക്കണമെന്ന്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ്റെ തൊണ്ട് കളയാതെ തല വൃത്തിയാക്കി എടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്ക്വിഡാണ്. സ്ക്വിഡ് എനിക്ക് കിട്ടിയത് വലുതാണ്, അതുകൊണ്ട് കട്ട് ചെയ്തപ്പം അത് ഓൾറെഡി സെൻറ്റർ കട്ട് ചെയ്ത കാരണം എനിക്ക് റിങ് ഷേപ്പിൽ കിട്ടിയില്ല. എന്നാലും സാരില്ല, നമ്മുടെ പ്ലാറ്റർ മുക്കിമ്പിക്കില്ലേ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഞണ്ടാണ്. ഞണ്ട് എനിക്ക് നല്ല ചെറിയ ഞണ്ടിനെ കിട്ടിയ കാരണം കുറച്ചും കൂടി ഈസി ആയിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവരൊക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ടുള്ള വെള്ളത്തിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് ചതച്ച് വയ്ക്കാം. പിന്നെ ഒരു വലിയ സവോള അത് 4ആയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ 2 പൊട്ടാറ്റോ എടുക്കുന്നുണ്ട്, അതും 4ആയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റ് കോൺ ആണ്. അതും ഞാൻ 4 കഷ്ണാക്കിയിട്ടാണ് ഇതിലിടുന്നത്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി കുറച്ച് മസാലാസ് ആഡ് ചെയ്യണം. അതിനായിട്ട് ബേ ലീഫ്, കറുവാപ്പട്ട, കുറച്ച് ജീരകം, നേരത്തെ എടുത്ത് വെച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട്. ഇനി കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വീറ്റ് കോൺ ഒന്ന് മാറ്റി വയ്ക്കാം, കാരണം അത് ഓൾറെഡി വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് കഴുകി വെച്ച എല്ലാ സീ ഫുഡ്സിനെയും അതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അത് കുക്കാകുന്ന ടൈമിൽ അതിലേക്ക് ഒഴിക്കാനുള്ള ഒരു ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്കും കുറച്ച് ജിഞ്ചർ പേസ്റ്റും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത ഓണിയനും കൂടെ ചോപ്പ് ചെയ്തിട്ട് കശ്മീരി ചില്ലി ഫ്ലേക്സും കുറച്ച് സോയ സോസും ഒക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒറിഗാനോയും കുറച്ച് സിനമൺ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മസാലാസ് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. നേരത്തെ നമ്മൾ വേവിച്ച ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഗരം മസാല ചേർക്കണമെങ്കിൽ ഗരം മസാല ചേർക്കാം, ചിക്കൻ മസാല ചേർക്കാം. നമുക്ക് നമ്മുടെ എരിവും നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മസാലാസ് ആഡ് ചെയ്യാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ സീ ഫുഡ് പ്ലാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചോറിൻ്റെ കൂടെ നമുക്കിത് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ തന്നെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. സോ ഡു ട്രൈ ഇറ്റ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക് യു.